കണ്ണൂരിലേക്ക് നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്ന സ്ഥാപനങ്ങളുടെ വാഹനങ്ങളും എൻഫോഴ്സ്മെന്റിന്റെ നിരീക്ഷണത്തിൽ. വൻതോതിൽ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുമായി പോയ വാഹനം എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പിടികൂടി. കണ്ണൂരിലെ പ്ലാസ്റ്റിക് ഉൽപ്പന്ന മൊത്ത കച്ചവടക്കാരുടെ വാഹനമാണ് ചാലയിൽ നിന്ന് കിലോമീറ്ററുകളോളം പിന്തുടർന്ന് പിടിച്ചത്. കിലോമീറ്ററുകളോളം വാഹനത്തെ പിന്തുടർന്നാണ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തത്. കണ്ണൂരിലെ KP ഷമീലിന്റെ ഉടമസ്ഥതയിലുള്ള TK ഏജൻസീസിന്റെ വാഹനത്തിൽ നിന്നാണ് നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തതെന്ന് എൻഫോഴ്സ്മെന്റ് വിഭാഗം അറിയിച്ചു. 1.5 ക്വിന്റലിലധികം പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളാണ് പിടികൂടിയത്. ദേശീയപാതയിൽ വാഹനത്തിൽ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ കടത്തുന്നതായ രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. സ്ക്വാഡിനെ കണ്ടപ്പോൾ വാഹനം നിർത്താതെ പോവുകയായിരുന്നു. ചാല മുതൽ മുഴപ്പിലങ്ങാട് വരെ സ്ക്വാഡ് ഈ വാഹനത്തെ പിന്തുടർന്നു. മുഴപ്പിലങ്ങാട് വെച്ചാണ് വാഹനം പിടികൂടിയത്. എടക്കാട്, ധർമ്മടം, മുഴപ്പിലങ്ങാട്, പിണറായി എന്നീ പഞ്ചായത്തുകളിലെ കടകൾക്കും സ്ഥാപനങ്ങൾക്കും വിതരണം ചെയ്യാനുള്ള പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ, ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഗ്ലാസുകൾ, നിയമപ്രകാരമുള്ള വിവരങ്ങൾ രേഖപ്പെടുത്താത്ത വ്യാജ ബയോ കപ്പുകൾ തുടങ്ങിയവയാണ് പിടികൂടിയത്. മുൻകൂട്ടി ഓർഡർ സ്വീകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഓരോ കടയിലേക്കും പ്രത്യേകം കവറുകളിലാക്കി പേരെഴുതിയാണ് ഉൽപ്പന്നങ്ങൾ വാഹനത്തിൽ സൂക്ഷിച്ചിരുന്നത്. സംശയം തോന്നാതിരിക്കാൻ നിരോധിത വസ്തുക്കളും വിൽപ്പനയ്ക്കുള്ള വസ്തുക്കളും ഒരുമിച്ചാണ് പാക്ക് ചെയ്തിരുന്നതെന്നും സ്ക്വാഡ് അറിയിച്ചു. നേരത്തെയും വാഹനങ്ങൾ പിന്തുടർന്ന് സ്ക്വാഡ് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പിടികൂടിയിരുന്നു. വാഹന ഉടമയ്ക്ക് 10,000 രൂപ പിഴ ചുമത്തി തുടർ നടപടി സ്വീകരിക്കാൻ സ്ക്വാഡ് മുഴപ്പിലങ്ങാട് പഞ്ചായത്തിന് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. സ്ക്വാഡ് ലീഡർ M. ലജി, എൻഫോഴ്സ്മെന്റ് ഓഫീസർ KR അജയകുമാർ, ഷെരീഖുൽ അൻസാർ, മുഴപ്പിലങ്ങാട് പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ KP തൃപ്ത എന്നിവരാണ് സ്ക്വാഡിൽ ഉണ്ടായിരുന്നത്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.